Good morning, all. ഗുഡ് മോർണിംഗ്. Good morning. ഗുഡ് മോർണിംഗ് മാം. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് ഹസീന മാം ആണ്. മാം നഴ്സിംഗ് ഓഫീസറാണ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, അഡോളസന്റ് ട്രെയിനറാണ്. മാമിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സജ്ന മാം. കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരാമോ? യെസ് മാം. കേൾക്കുന്നുണ്ട് മാം. ഓക്കെ ഓക്കെ. താങ്ക് യു സജ്ന മാം വൺസ് അഗെയിൻ നല്ലൊരു ഇൻട്രോ തന്നതിന്. ആൻഡ് നമ്മളെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ മോർണിംഗ് സർക്കിള് ഇന്ന് 432ാമത്തെ എപ്പിസോഡാണ്. അപ്പോ ഇത്രയും ദിവസം നമ്മളെല്ലാവരെയും വളരെ പോസിറ്റീവായിട്ട് എന്നും രാവിലെ നമ്മളെ മോർണിംഗ് സർക്കിളിലോട്ട് ക്ഷണിച്ച് നമ്മുടെ ഒരു യോഗയൊക്കെ കഴിഞ്ഞ് നമ്മൾ വളരെ പോസിറ്റീവായി നിർത്തി ഈ ഒരു അരമണിക്കൂർ നമുക്ക് നല്ല അറിവുകളും തരുന്ന എല്ലാവരും ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ. അവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സജ്ന മാം, ഈ ഗ്രൂപ്പ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും ഇതൊരു നല്ലൊരു എനർജറ്റിക് ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നതിനും സജ്ന മാമിന്റെ ആ ഡെഡിക്കേഷന് വളരെയധികം നന്ദി പറയുന്നു. സോ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ വളരെയധികം സന്തോഷത്തോടെ വളരെ എനർജിയോടെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആദ്യം തന്നെ നമ്മുടെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവരും കണ്ടു കാണും പോസ്റ്ററില്, യുവർ സ്റ്റോറി ഡസൻറ് എൻഡ് ഹിയർ അല്ലെ. അപ്പോ ദാറ്റ് മീൻസ് എവ്രി എൻഡിങ് ഈസ് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ചാപ്റ്റർ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഇരിക്കുന്നത് അല്ലെ. നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ തളർന്നു പോകുന്ന നമുക്ക്, അല്ലെങ്കിൽ ഇനി എന്ത് അങ്ങോട്ട്, അല്ലെങ്കിൽ ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് ജീവിക്കും, എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള പല പല സിറ്റുവേഷൻസ് നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവും അല്ലെ. അപ്പോ അതിൽ നിന്ന് നമ്മുടെ റിക്കവറി ആയി, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ മുന്നോട്ട് പോയി എൻ്റെ ലൈഫ് ഇതല്ല, എനിക്ക് വേറെ എയിം ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നൊക്കെ നമ്മൾ മാറി ചിന്തിച്ചിട്ട് നമ്മൾ വേറെ നമ്മുടെ ലൈഫിൽ നല്ലൊരു പാത്ത് തിരഞ്ഞെടുത്തത് കൊണ്ടാണ് എല്ലാവരും ഇന്ന് ഈ മോർണിംഗ് സർക്കിളിൽ കൂടിയിട്ടുള്ള എല്ലാവരും ഇവിടെ വന്നിട്ട് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. വളരെ പോസിറ്റീവായിട്ട് ഇത്ര നേരത്തെ എണീറ്റ് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പല പല വിഷമങ്ങൾ ഉണ്ടാവുന്ന അവസരങ്ങളിൽ നിന്നും എല്ലാം നമ്മൾ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് സടകുടഞ്ഞെഴുന്നേറ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്, വളരെ സന്തോഷത്തോടെ ഈ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. സോ അത് നമ്മുടെ എല്ലാവരുടെയും സ്റ്റോറിയാണ് അല്ലെ. നമ്മളെ അവിടെ നിന്നല്ല നമ്മുടെ കഥ കഴിഞ്ഞു എന്നുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ സ്റ്റോറി ഡസൻറ് എൻഡ് ഹിയർ. അതായത് നമ്മുടെ ലൈഫ് അവിടെ തീർന്നില്ല, നമ്മൾ അവിടെ നിന്ന് എണീറ്റ് വന്നു. സോ അത് നമ്മുടെ വിജയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ പല പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും നമ്മുടെ ലൈഫിൽ, ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര വിഷമങ്ങളുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് ഒരിക്കലും വിട്ടു പോവണ്ട എന്ന് ആഗ്രഹിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടൊക്കെ ഉണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ തളർന്നു പോവാതെ, അല്ലെങ്കിൽ തളർന്നിട്ടുണ്ടാവും, ദെൻ അഗെയിൻ നമ്മൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്, അതാണ് നമ്മുടെ സ്റ്റോറി. അവിടെ എൻഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ തെളിയിച്ച സിറ്റുവേഷൻസ്. അപ്പോ ഞാൻ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു പെൻസിലുണ്ട്, എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊരു പെൻസിലാണ്. സോ ഇതിനെ ഒരു ജീവനുള്ള ഒരു വസ്തുവായിട്ട് നമുക്ക്, അല്ല വസ്തു എന്നല്ല, ജീവനുള്ള ഒരു ഇതായിട്ട് നമുക്ക് സങ്കല്പിക്കുകയാണെങ്കിൽ, ഞാൻ ഈ പെൻസിൽ ആസച്ച് ഇങ്ങനെ തന്നെ എൻ്റെ ബുക്കിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഷെൽഫിലോ വെക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഇല്ല, ഉണ്ടാവില്ല അല്ലെ. നമുക്ക് ഇതിങ്ങനെ വെറുതെ കാണാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ഒരു സംഭവം അല്ല. ഇതുകൊണ്ടൊരു യൂസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഷാർപ്പൻ ചെയ്യണം. ഇത് ഷാർപ്പൻ ചെയ്താലേ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെയാണ് നമ്മുടെ ലൈഫിലുള്ള ഓരോരോ കാര്യങ്ങളും. നമ്മുടെ ലൈഫിൽ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാവും. പെയിൻഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മുടെ ലൈഫിനെ അത് അഗെയിൻ മൗൾഡ് ചെയ്ത്
എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത്. സോ നമ്മളിത് വൺസ് ഇത് ഷാർപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് ഇതുകൊണ്ട് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിനൊരു പർപ്പസ് ഉണ്ടാവുള്ളൂ അല്ലെ. ഇത് ഷാർപ്പൻ ചെയ്യാതെ നമ്മൾ അവിടെ സൈഡിൽ വെക്കുകയാണെങ്കിൽ ഇതിനൊരു പർപ്പസ് ഉണ്ടാവുമോ? ഇല്ല, ഇതുകൊണ്ടൊരു യൂസ് ഉണ്ടാവില്ല. സോ നമ്മളെ ലൈഫും അതേപോലെ തന്നെയാണ്. നമ്മളെ ലൈഫിൽ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾക്കൊരു പർപ്പസ് ഉണ്ടാവുന്നത് നമ്മൾ അതിന് ഇതല്ല നമ്മുടെ ലൈഫ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസിനെ മറികടക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ടാവുള്ളൂ. ദെൻ നമുക്ക് എല്ലാവർക്കും അറിയാം പെൻസിലിന് ഇറേസർ ഉണ്ടാവും അല്ലെ. എന്താണ് ഈ ഇറേസറിന്റെ പർപ്പസ്? നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എഴുതിയാൽ അത് ഇറേസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറേസർ യൂസ് ചെയ്യുന്നത്. സോ അത് എന്താണ്, നമ്മുടെ ലൈഫിൽ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് മിസ്റ്റേക്സ് വരാം. നമുക്ക് മിസ്റ്റേക്സ് വരുന്ന സമയത്ത് അത് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ മിസ്റ്റേക്ക് ഐഡന്റിഫൈ നമ്മൾ ഒരു കാര്യം എഴുതുമ്പോൾ ആ മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമ്മൾ അതിനെ ഇറേസ് ചെയ്ത് കളയുന്നത് അല്ലെങ്കിൽ മായ്ച്ചു കളയുന്നത് അല്ലെ. അപ്പോ അതാണ് ഇറേസറിന്റെ പർപ്പസ്. അത് നമ്മുടെ ലൈഫിൽ എങ്ങനെ കണക്റ്റഡ് ആവുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു കാര്യം എഴുതി അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അത് അവിടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തല്ല ഞാൻ എഴുതിയത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനെ ഇറേസ് ചെയ്യണം. അതാണ് നമ്മളെ ലൈഫിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ. അതായത് തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിനെ നമ്മൾ വേറൊരു രീതിയിലോട്ട് മാറ്റുന്നു. ദെൻ ഈ പെൻസിൽ കൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയാലേ നമുക്ക് അതിനുള്ള ഗുണം കിട്ടുള്ളൂ അല്ലെ. അത് നമ്മുടെ ലൈഫിൽ എങ്ങനെ റിലേറ്റഡ് ആവുന്ന വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാലും നമ്മളെ ലൈഫ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? ഇല്ല. അപ്പൊ നമ്മളെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്കത് നമ്മളെ ലൈഫ് കൊണ്ട്, എന്തിനാ വെറുതെ ജീവിച്ച് വെറുതെ മരിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ ലൈഫിന് ആവശ്യമുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ ഒരു പേജ് ഈ പെൻസിൽ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതി, എന്നിട്ട് ആ പേജ് കംപ്ലീറ്റ് ആയിട്ട് അത് ഫുൾ മിസ്റ്റേക്സ് ആണ് നമ്മൾ എഴുതിയത്. നമ്മൾ ഈ പെൻസിലാണോ വലിച്ചെറിയാം? അല്ല. നമ്മൾ ആ എഴുതിയ പേജ് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ പുതിയൊരു പേജിലേക്ക് നമ്മൾ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അപ്പൊ നമ്മൾ പെൻസിലിന് ഒരിക്കലും വലിച്ചെറിയില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്കൊരു മിസ്റ്റേക്സ് പറ്റുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ജസ്റ്റ് ആ പേജ് ഒന്ന് മറിച്ചിട്ട് നമ്മൾ പുതിയൊരു പേജ് അല്ലെങ്കിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുക എന്നുള്ളതാണ് നമ്മളുടെ ലൈഫിന്റെ പോളിസി ആക്കി എടുക്കേണ്ടത്. നമുക്ക് നമ്മുടെ സ്റ്റോറി ഡസൻറ്റ് എൻഡ് ഹിയർ എന്നല്ലേ പറയുന്നത്. എങ്ങനെയാണ് ഈ സ്റ്റോറി എൻഡ് ആവുന്നു എന്ന് തോന്നുന്ന ഇൻസിഡൻസ് അല്ലെങ്കിൽ നിമിഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ കോമൺ റീസൺസ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫെയിലിയർ ഇൻ എക്സാമിനൊക്കെ പാസ്സാവാതിരിക്കുക, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോവുക. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം റീസെന്റ് എക്സാം കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ അല്ലെ. ആൻഡ് രണ്ടാമത്തേത് ബ്രേക്കപ്പ് പല രീതിയിലുണ്ടാവും. നമ്മുടെ ഫാമിലി ബ്രേക്കപ്പ് ഉണ്ടാവാം, റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഉണ്ടാവാം. ഇപ്പം പ്രായമുള്ള മാതാപിതാക്കളുള്ള വീട്ടിലാണെങ്കിൽ അവിടെ പാരന്റ്സ് ആൻഡ് കുട്ടികൾ തമ്മിലുള്ള ഇഷ്യൂസ് വരാം, അങ്ങനെ ബ്രേക്കപ്പ് ഉണ്ടാവാം. ആൻഡ് തേർഡ് വൺ ഈസ് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഫാമിലി പ്രോബ്ലംസ്. ആൻഡ് ഫോർത്ത് വൺ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടാവും വളരെയധികം. ഒരുപാട് കടങ്ങളൊക്കെ കയറിയിട്ട് നമുക്ക് ഇനി ലൈഫില്ല, അല്ലെങ്കിൽ ഇനി ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥകളൊക്കെ വരാറുണ്ട്. ആൻഡ് ജോബ് റിജക്ഷൻ. നമുക്ക് ഇത്രയും കാലം നല്ലൊരു ജോലി ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു, പെട്ടെന്ന് തന്നെ ജോബ് പോയി ആൻഡ് പൈസ ഇല്ല. ആൻഡ് എന്താ പറയാ, നമ്മള് മാനസികമായിട്ട് വളരെയധികം തകരുന്ന ഒരു അവസ്ഥ. ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്, അത് വൺ ഓഫ് ദ മേജർ പ്രോബ്ലം ആണ്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുവിധം എല്ലാം തരണം ചെയ്യും, പക്ഷെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും നമുക്ക് അത്ര വലിയ വിഷമങ്ങൾ വരാറില്ല. പക്ഷെ മേജർ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ നമ്മളൊരു പോയിന്റിൽ വെച്ച് നമ്മൾ തന്നെ തകർന്നു പോകും. അങ്ങനത്തെ പല പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആൻഡ് കമ്പാരിസൺ വിത്ത് അതേഴ്സ്, അത് വളരെയധികം കോമൺ അല്ല, പക്ഷെ എന്നാൽ പോലും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് വെറുതെ വിഷമങ്ങൾ ഉണ്ടാക്കുന്നത്.
സോ ഇതൊക്കെയാണ് കോമൺ റീസൺസ്. നമ്മുടെ സ്റ്റോറി എൻഡ് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു മൊമെന്റ്സ് ആണ്. കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. സോ നമ്മൾ സാധാരണക്കാരായ ആളുകൾ എന്ത് വിചാരിക്കും? ഒരു ബാഡ് ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ബാഡ് ഇൻസിഡന്റ് ഉണ്ടായാൽ ഇതാണ് നമ്മുടെ ലൈഫ് എന്ന് വിചാരിക്കും. അതായത് ചെറിയ ഒരു സംഭവമോ അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ ഇതാണ് എന്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പം ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. നമ്മള് ഇതല്ല നമ്മള് ഭയങ്കര വളരെയധികം വിഷമമുള്ള ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് കരയേണ്ട അവസ്ഥ വരും. നമുക്ക് വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷ ഉൾക്കൊണ്ട് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് നമുക്കൊരർത്ഥം കൊടുക്കാൻ പറ്റുള്ളൂ. ദെൻ നമുക്ക് നോക്കാം ദ സൈക്കോളജി ബിഹൈൻഡ് ദ ഹോപ്പ്. പ്രതീക്ഷയാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ, ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും മുതൽക്കൂട്ടായി നിൽക്കുന്ന ഒരു കാര്യം. അതായത് ഐ ഫെയിൽഡ് എന്നതിന് പകരം ഐ എം ലേണിംഗ് എന്ന് ചിന്തിക്കേണ്ട സമയങ്ങളാണിത്. എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയി അല്ലെങ്കിൽ എനിക്കൊന്നിനും പറ്റുന്നില്ല അങ്ങനെ പറയുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് ആ മിസ്റ്റേക്സ് പറ്റി, ഓക്കെ എനിക്ക് മിസ്റ്റേക്സ് പറ്റി എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ അതിൽ നിന്ന് എന്താണ്, ആ മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, എന്ത് പാഠമാണ് നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് എന്നാണ് നമ്മൾ അവിടെ ചിന്തിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് എയിം ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ഒരു പർപ്പസ് ഉണ്ട് നമ്മളെ ലൈഫിന് എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം. അത് പെട്ടെന്ന് ഒരു സഡൻ ആയിട്ട് ഒരു ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഇന്ന് തന്നെ വേണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരും, ഇന്ന് മുതൽ ഞാൻ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന്ന് എഴുന്നേറ്റ് തന്നെ, അല്ലെങ്കിൽ നമ്മൾ വീണെടുത്ത് തന്നെ കിടന്നാൽ നമ്മൾ അവിടെ കിടക്കലേ ഉണ്ടാവുള്ളൂ. അവിടെ നമ്മളെല്ലാരും പറയില്ലേ, വീണെടുത്ത് ഒരു ചവിട്ടും കൂടി തരുന്നു. ഇപ്പൊ പല പല ആളുകളും ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്, നമ്മളെപ്പോ വീഴാൻ നോക്കിയിരിക്കായിരിക്കും അവിടെ വീണെടുത്തിട്ട് ഒരു ചവിട്ടും കൂടി തരാൻ വേണ്ടിയിട്ട്. ചില ആളുകൾ ഉണ്ടാവും നമ്മളെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതൊക്കെ. സോ നമുക്ക് നോക്കാം, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ സൈക്കോളജിക്കലി കൈക്കൊള്ളേണ്ട ഒരു കാര്യമാണ് റെസിലിയൻസ്. നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും റെസിലിയൻസ് എന്നുള്ള വേർഡ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് അല്ലെ? എന്താണ് റെസിലിയൻസ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് ആൻ എബിലിറ്റി ടു അഡാപ്റ്റ്, റിക്കവർ ആൻഡ് ഗ്രോ ആഫ്റ്റർ എക്സ്പീരിയൻസിങ് എ സ്ട്രെസ്, ഫെയിലിയർ ആൻഡ് ട്രോമ. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം സിമ്പിൾ ആണ്. നമ്മുടെ മനുഷ്യന്റെ ഒരു കഴിവാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള കഴിവാണ്? അബിലിറ്റി ടു അഡാപ്റ്റ്, റിക്കവർ ആൻഡ് ഗ്രോ. നമ്മൾ ഒരു സിറ്റുവേഷനെ അഡാപ്റ്റ് ചെയ്തിട്ട് ആ സിറ്റുവേഷനെ റിക്കവർ ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വളരാനുള്ള ഒരു കഴിവാണ്. ആഫ്റ്റർ എ പെയിൻഫുൾ സിറ്റുവേഷൻസ് ഓർ ട്രോമ, നമുക്കൊരു ട്രോമ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻസ് ഉണ്ടായി അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ജീവിച്ച് കാണിക്കുന്നതിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും വീഴും, അല്ലെങ്കിൽ എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും അല്ലെ? ആരും എല്ലാ കാലവും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ സന്തോഷവാന്മാരായിട്ട് നടക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് എല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടാവും, സന്തോഷങ്ങളുള്ള മൊമെന്റ്സ് ഉണ്ടാവും. എല്ലാം കൂടി കലർന്നതാണ് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. സോ നമ്മൾ വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഫെയിലിയർ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് എങ്ങനെ ശക്തിയോടെ എണീക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ റെസിലിയൻസ്, അല്ല അതാണ് നമ്മുടെ കഴിവ്. നമുക്ക് നോക്കാം, റെസിലിയൻസ് എന്ന് പറയുന്നത് നെവർ ക്രൈം, നമ്മൾ കരയാൻ പാടില്ല എന്നാണോ? അല്ല. പിന്നെ നമ്മൾ ഫെയിൽ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഫെയിൽ ആവാൻ പാടില്ല എന്നാണോ? അതുമല്ല. പിന്നെ നമുക്ക് എവറിത്തിങ് ഈസ് ഫൈൻ, നമ്മുടെ ലൈഫിൽ എല്ലാം എല്ലാ സമയത്തും നല്ലത് മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണോ റെസിലിയൻസ്? അതുമല്ല. നമുക്ക് സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സ്ട്രെസ് അനുഭവിക്കാൻ പാടില്ല, അങ്ങനെയാണോ റെസിലിയൻസ് എന്ന് നമ്മൾ വിചാരിക്കും? അല്ല, ഇതൊന്നുമല്ല. നമ്മൾ കരയാൻ പാടില്ല എന്നോ നമുക്ക് വിഷമം വരാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവാനേ പാടില്ല ജീവിതത്തിൽ, അങ്ങനെയൊന്നും അല്ല റെസിലിയൻസ് എന്ന് പറഞ്ഞാല്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ വൺസ് ദ മൊമെന്റ്, നമ്മൾ കരയുന്ന ഒരു സമയത്ത് നമ്മൾ കരയണം, നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ട് തന്നെ അത് പോവണം. അതിനുശേഷം
നമ്മൾ കരഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ എങ്ങനെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടിന്യൂസ് കരയാണ് ഫോർ 2 to 3 days ഒക്കെ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് അവർ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത് ഓൾസോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കരഞ്ഞതിന് ശേഷം നമ്മളെ കരച്ചിലിനെ കൺട്രോൾ ചെയ്തിട്ട് യെസ് ഓക്കെ മതി, ഇതാണ് ആ പോയിന്റ്, എനിക്ക് ഇനിയും കരഞ്ഞാല് ഇറ്റ് വിൽ അഫക്ട് മൈ മൈൻഡ് ആൻഡ് ബോഡി ഓൾസോ. സോ ഇനി എനിക്ക് കരയാൻ പാടില്ല എന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അബിലിറ്റിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലേണിംഗ് ഫ്രം സെറ്റ് ബാക്സ്, നമ്മൾക്ക് ഉണ്ടായ ഇൻസിഡൻസിന് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കാം. അല്ലാതെ ആ ഒരു ഇൻസിഡൻസിനെ കുറിച്ച് ഓർത്തിട്ട് അതിന്റെ നെഗറ്റീവ്സിനെ കുറിച്ച് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറ്റിയത്, അല്ലെങ്കിൽ എനിക്ക് മാത്രം ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് ചിന്തിച്ച് അങ്ങനെയൊക്കെ നമുക്ക് തോന്നും ഒരു പോയിന്റില് അറ്റ് സം എക്സ്റ്റെന്റ്. പക്ഷെ അതിനുശേഷം ഓക്കെ ഐ എം ഫെയിൽഡ്, എനിക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റി എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് ആ നെക്സ്റ്റ് ടൈം ഇത് ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടാവണം ഞാൻ ഈ നെക്സ്റ്റ് ടൈം ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എന്നെല്ലാം ചിന്തിച്ച് വരുന്ന ഒരു എബിലിറ്റിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീക്കിംഗ് ഹെൽപ്പ് വെൻ നീഡഡ്, അതും റെസിലിയൻസിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ എപ്പം ആരോട് വേണമെങ്കിലും നമുക്ക് ഐ മീൻ നമുക്ക് മനസ്സിന് ഏറ്റവും കൂടുതൽ അടുത്ത ആൾക്കാരുണ്ടാവും, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഒക്കെ, അവരോട് നമുക്ക് ഹെൽപ്പ് ചോദിക്കാം. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, അപ്പൊ നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്സ് വരാം, ഇതേപോലെ പല പല വിഷമങ്ങൾ വരാം, എല്ലാം വരാം. സോ നമ്മളെ ഇമോഷൻസിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു എബിലിറ്റിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ക്യാൻ സീ ദ 4 pillars ഓഫ് റെസിലിയൻസ്. നമ്മൾ റെസിലിയൻസ് പറയുമ്പോൾ അതിന്റെ ഒരു 4 pillars നമുക്ക് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ സെൽഫ് അവയർനെസ്. എന്താണ് സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നമ്മുടെ ഇമോഷൻസിന് നമുക്ക് നമ്മളെ കാര്യങ്ങളെ കുറിച്ച് നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം. അത് ബാക്കിയുള്ളവർ പറഞ്ഞു തരുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ കാര്യങ്ങൾ നമ്മൾക്കാണ് അറിയാം. സോ നമ്മുടെ ഇമോഷൻസ് എന്താണ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ എനിക്ക് സാധാരണ എന്റെ മൈൻഡിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ എന്റെ ബോഡിയിൽ അത് പ്രശ്നങ്ങൾ വരാറുണ്ട് എന്നെല്ലാം നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിയുക. ദാറ്റ് ഈസ് സെൽഫ് അവയർനെസ്. സോ അത് കണ്ടിട്ട് നമ്മൾ പ്രവർത്തിക്കാം. ദെൻ സെക്കൻഡ് വൺ ഈസ് പോസിറ്റീവ് റിലേഷൻഷിപ്പ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും, നമുക്ക് ഒരു ഇൻസിഡന്റ് വരുമ്പോ യെസ് അവരാണ് എന്നെ ആ ഒരു മൊമെന്റിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഒരു വാക്കാണ് നമുക്ക് അത്രയും എനിക്ക് അത്രയും ഇൻസ്പിറേഷൻ ആയിട്ട് ഞാൻ മുന്നോട്ട് വന്നത്, എന്റെ ജീവിതത്തിലോട്ട് വന്നത് തന്നെ അവരുടെ ഒരു ഹെൽപ്പാണ്, അത്രയും വേണ്ടപ്പെട്ട ആളാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതാണ് പോസിറ്റീവ് റിലേഷൻഷിപ്പ്. അവരായിരിക്കും നമുക്കൊരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും. ആൻഡ് തേർഡ് വൺ ഈസ് പർപ്പസ്. നമുക്ക് ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു പർപ്പസ് വേണം. നമുക്ക് ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഞാൻ ഇത് ചെയ്യണം, ഇതാണ് എൻ്റെ പർപ്പസ്, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് നമ്മളൊരു പർപ്പസ് കണ്ടുപിടിക്കണം. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഹെൽത്തി ഹാബിറ്റ്സ്. എന്തൊക്കെയായിരിക്കും ഹെൽത്തി ഹാബിറ്റ്സ്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ ഹെൽത്തി ഹാബിറ്റ്സ് എന്തൊക്കെയായിരിക്കും എന്ന്? നമ്മൾ ഡെയിലി ലൈഫിൽ കൊണ്ടുപോകേണ്ട ഹെൽത്തി ഹാബിറ്റ്സ് എന്തൊക്കെയായിരിക്കും? ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ആവശ്യത്തിന് ഉറക്കം, വെരി ഗുഡ്. ബാലൻസ്ഡ് ഡയറ്റ്, യാ ഓഫ് കോഴ്സ്. പ്രോപ്പർ എക്സസൈസസ്. വെരി ഗുഡ്. താങ്ക് യു. മാമിന്റെ പേര് ഹേമലത മാം അല്ലേ? ഹേമലത. ഓക്കെ താങ്ക് യു സോ മച്ച് മാം. ആരെയും വീഡിയോയിൽ കാണാത്തപ്പോ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു എല്ലാവർക്കും ഓഡിബിൾ ആണോ കേൾക്കുന്നുണ്ടോന്നൊക്കെ. ഓക്കെ ഓഡിബിൾ ആണല്ലേ? താങ്ക് യു സോ മച്ച് മാം. അപ്പൊ ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഗുഡ് സ്ലീപ്പ്, റെഗുലർ എക്സസൈസ് ആൻഡ് ഹെൽത്തി ഫുഡ്സ്, പ്രയർ ആൻഡ് മെഡിറ്റേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, റിലാക്സേഷൻസ്, ഇതൊക്കെയാണ് നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് ലൈഫ് കിട്ടും. ആൻഡ് നമ്മുടെ ജീവിതത്തിൽ തകർന്ന ഇൻസിഡന്റിൽ നിന്നൊക്കെ നമുക്ക് മുന്നേറി വരാൻ സാധിക്കും. ആൻഡ് ഇത്രയൊക്കെയാണ് നമ്മൾ റെസിലിയൻസിന് കാര്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് സം പോയിന്റ്സ് ടു ബിൽഡ് റെസിലിയൻസ്. നമുക്ക് റെസിലിയൻസ് ബിൽഡ് ചെയ്യാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ
അത് കൂടാതെ കുറച്ചും കൂടി പോയിന്റ്സ് റെസിലിയൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, ആക്സെപ്റ്റ് ചേഞ്ച് ദാറ്റ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് എന്താ പറയാ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല സംഭവിക്കുക. നമ്മുടെ ജീവിതത്തിൽ അതേ വരാവോ, അല്ലെങ്കിൽ നമുക്ക് ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരാം, എനിക്ക് മാത്രം എന്താണ് വിഷമങ്ങൾ, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് വരും, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും വരുന്നുണ്ടാവും. നമുക്ക് നമ്മുടെ ജീവിതമാണ് വലുത് എന്നുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടാണ് എന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. പലരും പല ആളുകളും നമ്മളെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വളരെയധികം വറീഡ് ആവാറുണ്ട്. സോ അതിന്റെ ഒന്നും കാര്യമില്ല. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മളെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മാത്രമല്ലേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ കൺട്രോളിൽ വരാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിച്ച് നമ്മൾ വറീഡ് ആവേണ്ട കാര്യമില്ലല്ലോ. ആൻഡ് തേർഡ് വൺ ഇസ് ലേൺ ഫ്രം മിസ്റ്റേക്സ്. ഓരോരോ സമയത്തും നമുക്ക് പുതിയ കാര്യങ്ങൾ, നമുക്കൊരു തെറ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ അതിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ആ മിസ്റ്റേക്ക് വരാതെ നമ്മൾ എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കണം. ആൻഡ് ഫോർത്ത് വൺ, ടേക്ക് വൺ സ്മോൾ സ്റ്റെപ്സ് എവറി ഡേ. അപ്പോൾ നമ്മൾ വളരെയധികം ഇപ്പം നമ്മൾ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു വിഷമം വന്നാൽ ഇനി അതൊന്ന് റിക്കവർ ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റെപ്പ്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു ചെറിയൊരു ബ്രീത്തിങ് എക്സസൈസ് ആണ് ചെയ്യാൻ ആ സമയത്ത് പറ്റുക എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യാം. അത് ഓരോരോ ദിവസവും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാറ്റം. ബ്രീത്തിങ് എക്സസൈസ് മാത്രമല്ല, ഫ്രം ദാറ്റ് മൊമെന്റ് നമുക്ക് ആ ഒരു വിഷമമുള്ള ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അതാണ്. ഏറ്റവും ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെങ്കിലും ചെയ്യുക. അത് റെഗുലർ ആയിട്ട് ചെയ്യുക, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഓരോരോ കാര്യങ്ങളും. ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട്, അതായത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ തുടങ്ങേണ്ട കാര്യമില്ല. ചെറിയൊരു സ്റ്റെപ്പ്, ചെറിയൊരു കാര്യം ചെയ്ത് തുടങ്ങിയാൽ തന്നെ, മനസ്സിലായി നമ്മൾ തുടങ്ങിയാൽ തന്നെ അത് നമ്മുടെ ഹാഫ് വേ ടു സക്സസ് ആണ്. നമുക്കതിൽ നെക്സ്റ്റ് ഒരു വിജയത്തിലേക്കുള്ള ഒരു പടിയായിട്ട് നമ്മൾ അതിനെ കണ്ടിട്ട് അത് കണ്ടിന്യൂ ചെയ്തിട്ട് പോവാം. ദെൻ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ, നമ്മുടെ ഒരു പോസിറ്റീവ് മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരോ ദിവസവും തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ ഒരു ദിവസത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ ഫിസിക്കൽ ഹെൽത്ത്. ദാറ്റ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും, അല്ലെങ്കിൽ ഓരോ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോഴും നമ്മളെ ഫിസിക്കൽ ഹെൽത്തിനെ നമ്മൾ കാര്യമായിട്ട് നോക്കണം. നമ്മളെ മൈൻഡ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് പല സമയത്തും നമ്മളെ മൈൻഡ് എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മളെ ബോഡി അത് എക്സ്പ്രസ് ചെയ്യും. എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. നമുക്ക് വിശപ്പ് വരുന്ന സമയത്ത്, വിശപ്പ് മീൻസ് നമുക്ക് പെട്ടെന്ന് മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം, നമുക്ക് പെട്ടെന്ന് വിഷമം വരുമ്പോൾ മൈഗ്രെയിൻ ഉണ്ടാവും അല്ലേ. നമ്മളെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ തന്നെ അത് ബോഡി എക്സ്പ്രസ് ചെയ്യും. സോ നമ്മളെ ഫിസിക്കൽ ഹെൽത്തിനെ നമ്മൾ കാര്യമായിട്ട് നോക്കണം. അതുപോലെ തന്നെ സെലിബ്രേറ്റ് സ്മോൾ ആക്ടിവിറ്റീസ്. നമുക്ക് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ ബി കൈൻഡ് ടു യുവർ സെൽഫ്. എപ്പോഴും കൈൻഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കുക. ഇതൊക്കെയാണ് സം പോയിന്റ്സ് ടു ബിൽഡ് റെസിലിയൻസ് എന്ന് പറയുന്നത്. സോ ഞാനിവിടെ ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. നമ്മുടെ തോമസ് ആൽവ എഡിസനെ എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ അല്ലെ, ഹു ഇൻവെന്റഡ് ദ ഇലക്ട്രിക് ബൾബ് ആൻഡ് ഫിലമെന്റ്സ്. ഓർമ്മ ഉണ്ടാവുമായിരിക്കുമല്ലോ എല്ലാവർക്കും. യെസ് ഓർ നോ? Yes, ma'am. ഓക്കെ, താങ്ക് യു. അപ്പോ തോമസ് ആൽവ എഡിസൺ ആണ് നമ്മുടെ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന അദ്ദേഹം ചെറുപ്പത്തിൽ ഭയങ്കര ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. സോ അദ്ദേഹത്തിന്റെ അമ്മ വളരെയധികം കഷ്ടപ്പെട്ടു. പല സ്കൂളിൽ നിന്നൊക്കെ അദ്ദേഹം ക്വിറ്റായി. അമ്മ സ്വന്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ വന്നിരുന്നു. അങ്ങനെ വലുതായപ്പോൾ തോമസ് ആൽവ എഡിസൺ ഒരുപാട് എക്സ്പെരിമെന്റ് നടത്തി പല കാര്യങ്ങളും. അതായത് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അത് ബൾബ് പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഫിലമെന്റ് ഒരുപാട് മീൻസ് എലമെന്റ്സ് വെച്ചിട്ട്, മെറ്റീരിയൽസ് വെച്ചിട്ട് അദ്ദേഹം അതിൽ എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ അത് ഫെയിൽ ആവുക ചെയ്തത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 1, 2, 3 അല്ലെങ്കിൽ 10 തവണയല്ല, തൗസൻഡ്സ് ഓഫ് ടൈംസ് ഹി ഹാഡ്
എക്സ്പീരിയൻസ്, അതായത് എക്സ്പെരിമെന്റ് നടത്തി അങ്ങനെ ഫെയിലായി. അറ്റ് ലാസ്റ്റ് ആണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരുപാട് തവണ ഫെയിലായപ്പോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്ന്. ആ സമയത്ത് തോമസ് ആൽവ എഡിസൺ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, ഐ ഹാവ് നോട്ട് ഫെയിൽഡ്, ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് 10,000 ways ദാറ്റ് വോണ്ട് വർക്ക്. അതായത് ഞാൻ ഈ സമയത്തൊന്നും ഞാൻ ഫെയിൽ ആയതല്ല, ഞാൻ 10,000 ടൈംസ് ഞാൻ അത് പല പല മെറ്റീരിയൽസിലും ഞാനത് ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും വർക്ക് ആവില്ല, അല്ലെങ്കിൽ അതിനെ കൊണ്ടൊന്നും ബൾബ് പ്രകാശിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ കണ്ടെത്തിയത്. അല്ലാതെ അതൊന്നും എന്റെ ഫെയിലിയർ ആയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ലാസ്റ്റ് അദ്ദേഹം ക്വിറ്റ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് എല്ലാവർക്കും വെളിച്ചത്തിലൊക്കെ ഇരിക്കാൻ പറ്റി അദ്ദേഹം കണ്ടുപിടിച്ചു, അല്ലെ? ദാറ്റ് ഈസ് ദ പവർ ഓഫ് റെസിലിയൻസ്. അദ്ദേഹം ആ ഒരു ഫെയിലിയറിനെ പോലും അത്രയും പോസിറ്റീവായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റി എന്നുള്ളതാണ്. ഇനി 5 keys to continue your story. നമ്മളൊക്കെ ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണ്? ആക്സെപ്റ്റ് വാട്ട് ഹാപ്പൻഡ്. അതിൽ ഫസ്റ്റ് വൺ, നമ്മളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. ആൻഡ് അതിനെ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുക. ആൻഡ് ലേൺ ദ ലെസൺ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ഫെയിലിയർ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോവാം. ആൻഡ് തേർഡ് വൺ ഈസ് സ്റ്റോപ്പ് കമ്പയറിങ്. നമ്മുടെ ലൈഫ് യുണീക്കാണ്, നമുക്ക് മാത്രമേ നമ്മളെ ലൈഫ് തന്നിട്ടുള്ളൂ. അത് വേറൊരാളായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യം നമുക്കില്ല, അല്ലെ? നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളായിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ളവർക്ക്. അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന സന്തോഷങ്ങൾ നമുക്ക് വേണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. സോ അവർ ലൈഫ് ഈസ് യുണീക്ക്. അതുകൊണ്ട് നമുക്ക് നോ നീഡ് ടു കമ്പയർ വിത്ത് അതേഴ്സ്. ഓക്കെ. ആൻഡ് ഫോർത്ത് വൺ ഈസ് ആസ്ക് ഫോർ സപ്പോർട്ട് ആൻഡ് റിലീഫ്. നമ്മൾ ബാക്കിയുള്ളവരോട് സപ്പോർട്ട് ചോദിക്കുക, റിലീഫ് കിട്ടുന്ന കാര്യങ്ങൾ എന്താന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നവരോട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് ഹെൽപ്പ് കിട്ടാൻ പറ്റുന്നത് അത്രയും നമ്മളോട് ക്ലോസ് ആയിട്ടുള്ള ആളുകളോടൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ആൻഡ് ഫിഫ്ത്ത് വൺ ആൻഡ് ഫൈനൽ വൺ ഇസ് കീപ് മൂവിങ്. നമ്മളൊരു പോയിന്റിൽ വെച്ചിട്ട് സ്റ്റക്ക് ആവാതെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്, നമുക്ക് ജീവിച്ച് തീർത്തേ പറ്റൂ, നമുക്ക് അതുകൊണ്ട് മുന്നോട്ട് പോയേ തീരൂ എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും, നമുക്ക് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. സോ എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ പറയാം. താങ്ക് യു എവ്രി വൺ. ഗുഡ് മോർണിംഗ് റസീന മാം. ഗുഡ് മോർണിംഗ് മാം. വളരെ നല്ല സെഷൻ, നന്നായിട്ട് സംസാരിച്ചു, നല്ല രീതിയിൽ പറഞ്ഞു. എടുത്ത സമയം മുഴുവനും ഒരുപാട് പോയിന്റ്സുകളാണ് പറഞ്ഞത് മുഴുവനും. വളരെ നല്ല രീതിയിൽ വിശദീകരിക്കാനും ചെറിയ തോമസ് ആൽവ എഡിസന്റെ ഒരു സ്റ്റോറിയും ഒക്കെ ആയിട്ട് നമുക്ക് രാവിലെ ഒരുപാട് മോട്ടിവേഷൻ കിട്ടുന്ന, നമ്മളെ മുന്നോട്ട് പോവാൻ ഒരുപാട് സഹായിക്കുന്ന നല്ലൊരു സെഷനായിരുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. എന്താ നമ്മള് ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അത് കേൾക്കണമെന്ന് തോന്നുന്നത് എപ്പോഴാണ് നമുക്ക് കേൾക്കണമെന്ന് തോന്നുന്നത്? എന്താ വളരെ അത് സിമ്പിളായിട്ട് പറയുമ്പോഴാണ്. അത് പോയിന്റ്സ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ശ്രദ്ധിക്കാൻ തോന്നും. ആ സിംപ്ലിസിറ്റി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ പോയിന്റ്സിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഓരോന്നും നമ്പർ 1, 2, 3 ഇട്ട് പറഞ്ഞത്. അപ്പൊ നമുക്ക് മൈൻഡിൽ ഓർത്ത് വയ്ക്കാൻ എളുപ്പമുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇതൊക്കെ വളരെ നന്നായി പ്രസന്റ് ചെയ്തു. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. റസീന മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബിജു സർ. എന്തൊക്കെയാ, സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. നല്ല പ്രസന്റേഷൻ. ഓക്കെ. പിന്നെ റെസിലിയൻസ് എന്ന് പറയുന്നത് എങ്ങനെയെന്ന് മുഴുവൻ കാര്യങ്ങളും കുറഞ്ഞ സമയം കൊണ്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പറഞ്ഞ പോലെ മോർണിംഗ് സർക്കിളിൽ വരുന്ന ഒരു പോസിറ്റീവ് തോട്ട് കൊണ്ടുവരുന്ന ഒരു നല്ല പ്രസന്റേഷൻ. ഓക്കെ, ആൻഡ് യു ആർ
താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. throughout the session. വളരെ നല്ല ക്ലാസ്. Have a nice day and best wishes to. താങ്ക് യു സോ മച്ച് ബിജു സർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാഡം. ഏറ്റവും നല്ല ക്ലാസ്. നമുക്ക് മുമ്പോട്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനം എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ആയിരുന്നു അത്. പിന്നെ വളരെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്ന് ഏറ്റവും നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം, നല്ലൊരു ടോപ്പിക് ആയിരുന്നു, നല്ലൊരു പ്രസന്റേഷൻ. സിമ്പിൾ ആയിട്ടാണ് അത് പറഞ്ഞ് അവതരിപ്പിച്ചത്. താങ്ക് യു മാം. താങ്ക് യു സർ, താങ്ക് യു. ഒരു കാര്യം കൂടി പറയുന്നു. പറഞ്ഞോളൂ സാർ. ഓക്കെ. PGക്ക് എന്റെ ടോപ്പിക്ക് നാച്ചുറൽ കലാമിറ്റീസും അതിന്റെ കോപ്പിംഗ് മെക്കാനിസം അതിന്റെ റെസിലിയൻസ് എന്നായിരുന്നു എന്റെ ടോപ്പിക്ക് തന്നെ. അതുകൊണ്ട് എനിക്ക് ഈ സബ്ജക്റ്റുമായിട്ട് കുറെ നല്ല ഒരു റിലേഷൻ ഉണ്ട്. നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടായ സമയത്ത് അതായിരുന്നു എന്റെ എന്താ പറയാ റിസർച്ച് ടോപ്പിക്ക്. അപ്പൊ എനിക്കിത് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായി. ഓക്കെ. താങ്ക് യു. താങ്ക് യു ബിജു സർ. ഓക്കെ. ഹാപ്പി മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സർ. നല്ല സന്തോഷമായി. എന്താ പറയണ്ട, ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയുക ജീവിതത്തിന്റെ ഒരു പാഠങ്ങൾ നമ്മൾ മറ്റുള്ളത് പഠിക്കുന്നത് പോലെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് എന്താ പറയണ്ട വേറെ ഒന്നാണ്. അതിൽ നമുക്ക് ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ പറയണ്ട കുറച്ച് മാത്തമെറ്റിക്സ് ആണ് നമുക്ക് ജീവിതത്തിൽ കുറച്ച് ഉപകാരപ്രദമാകുന്നത്. അല്ലെങ്കിൽ ലാംഗ്വേജസ്, എന്തെങ്കിലും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അങ്ങനെയുള്ള ലാംഗ്വേജസ്. അതൊഴിച്ച് ബാക്കിയൊക്കെ ഏതെങ്കിലും പ്രൊഫഷണലായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ ജനറൽ നോളജ് അങ്ങനെയൊക്കെ. ഇത്തരത്തിലുള്ള അറിവാണ് നമുക്ക് ജീവിതത്തിലുള്ള അറിവുകൾ കൂടുതൽ ആളുകളിൽ നിന്ന് കിട്ടുന്നില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് കിട്ടുന്നില്ല. അത് അങ്ങനെ ആരും പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നില്ല. പിന്നെ കുറച്ച് നല്ല ആൾക്കാർ ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ എന്ന് പറയേണ്ട നല്ല ഉപദേശം തരുന്ന നല്ല കുറച്ച് ആളുണ്ടാവും സമൂഹത്തിൽ അല്ലെങ്കിൽ എവിടെയൊക്കെയാ. അധ്യാപകരും ഉണ്ട്, അങ്ങനെ ഇല്ല എന്നല്ല പറയുന്നത്. അങ്ങനെ വളരെ കുറച്ച് ആൾക്കുന്ന യഥാർത്ഥത്തിലുള്ള വിവരങ്ങൾ കിട്ടുന്നത്. അപ്പൊ ഇത് ഞാൻ ഇതിനെ പറ്റി ഇങ്ങനെ കുറച്ച് സ്റ്റഡിയൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോ പ്രൊജക്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മാഡത്തിന്റെ ഇത് കേട്ടാൽ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് ചെയ്യാനുള്ള രീതിയിൽ അപ്പൊ കൂടെ ഒരാളുണ്ട് കറക്റ്റ് ആയിട്ടുള്ള രീതി. അപ്പൊ മിംബിൾഡനിൽ മറ്റുള്ള ആളും ഉണ്ട് പലതരത്തിലും സൈക്കോളജി അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ഇത് മാഡത്തിന്റെ വളരെ എനിക്ക് എന്താ ആക്റ്റീവായി വളരെ ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ മാഡത്തിന്റെ ഒരു സഹായം കൂടി എൻ്റെ മുന്നോട്ടുള്ള മുന്നേ പറഞ്ഞ സാറുണ്ടല്ലേ, അപ്പോൾ അവരും പറഞ്ഞ ഇത്ര റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റിസർച്ച് ചെയ്യുന്നത്. അതേപോലെ അങ്ങനെയുള്ള ആൾക്കാരുടെ എന്താ സപ്പോർട്ട് സഹായങ്ങൾ വേണം. മാഡത്തിന്റെ നമ്പർ പിന്നീട് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. വളരെ സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഒരു പിന്നെ അഭിപ്രായം കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഈ ഒരു രാവിലെ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് കുറച്ചെങ്കിലും സന്തോഷം പകരാൻ പറ്റിയല്ലോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടല്ലോ. താങ്ക് യു സോ മച്ച്. ഓക്കെ മാഡം, നമ്പർ കിട്ടുമോ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാനുള്ള പിന്നീട്? ഓ ഷുവർ, തരാലോ. ഇപ്പൊ വേണ്ട, ഇപ്പൊ ഇവിടെ സജന മാഡത്തിന്റെ അടുത്ത് അവരുടെ ഉണ്ടാവൂലേ? ഓക്കെ, ഉണ്ട്. ഓക്കെ, ഇപ്പൊ മറ്റുള്ള ആൾ സംസാരിക്കട്ടെ, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഓക്കെ നമ്പർ തരാം സർ, സെൻഡ് ചെയ്യാം. ഓക്കെ. നമ്മുടെ സൂസൻ മാം ഇന്ന് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? സൂസൻ മാമിന് ഈവനിങ് ലേറ്റ് ആയിട്ട് കുറെ പ്രോഗ്രാംസ് ഉണ്ട്. ഓ ശരി. അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ആള് ജോയിൻ ചെയ്യാറില്ല. രാവിലെ സ്ലീപ്പ് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ടേ. ഓ ശരി. ഇപ്പൊ കുറച്ച് വർക്ക് കൂടുതലാന്ന് തോന്നുന്നു. റെക്കോർഡൊക്കെ കണ്ട് ഫീഡ്ബാക്ക് അയക്കലുണ്ട് കേട്ടോ. എല്ലാ ദിവസവും റെക്കോർഡൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ.
എന്തായാലും ഇന്നത്തെ നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. രാവിലെ തന്നെ നല്ലൊരു എനർജി കിട്ടി എന്ന് പറയാം. ഇന്നത്തെ ഡേ എന്തായാലും എല്ലാവരുടെയും സൂപ്പർ ആയിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സജ്ന മാം. ഇന്നലെ അത് ഓർമ്മിപ്പിച്ചതിന് തന്നെ വളരെയധികം താങ്ക്സ്. ഞാൻ മറന്നുപോയി. സാറിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ ഇപ്പൊ. അതെ, മറന്നിരിക്കായിരുന്നു ക്ലാസിന്റെ കാര്യം എക്സ്ചേഞ്ച് അല്ലല്ല ചെയ്തു. ഇന്ന് ഞാനേ സൂപ്പർമാനായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. അതെ ആ, അതെ അല്ല ഞാന് ഞാൻ പറഞ്ഞ റൌഫ് സാറേ മിണ്ടുന്ന കേൾക്കുന്നില്ലല്ലോ എന്ന് ക്ലാസ് കഴിയുമ്പോ സാധാരണ പറയാറുള്ളതാണ്. എന്താണ് എപ്പോഴും റോസ് സാർ ഉണ്ടാറുണ്ടായിരുന്നു. ഇവിടെ കാണുന്നുണ്ട്. സാറ് പറഞ്ഞിരുന്നു കുറച്ച് തിരക്കിലാണ് അതിന്റെ ഇടയിൽ കൂടെ ക്ലാസ് കേൾക്കുന്നത്. സാറിന് അവിടെ യുഎസിലാണല്ലോ സാറ്. അതെ 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 കാര്യങ്ങളൊക്കെ ഈവനിങ് ആയിരിക്കും. അതെ അതെ. ഈ സമയത്ത് ഇപ്പൊ എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ആയിരിക്കും സാറ്. ഗുഡ് മോർണിംഗ്. ഞാൻ അവസാന ജോയിൻ ചെയ്തത്. ക്ലാസ് കേട്ടിട്ടില്ല. ഏതായാലും അടിപൊളി മോട്ടിവേഷൻ അല്ല കേട്ടത്. കേട്ടു നോക്കാം. ക്ലാസ് കേട്ടില്ലല്ലോ. ക്ലാസ് കേട്ടിട്ടില്ല. അതാ റെക്കോർഡ് വന്നിട്ട് കേട്ടു നോക്കാം. ഓക്കെ, താങ്ക് യു. ധാരാളം നിസാം സാറാണോ? പരിപാടി എന്താ പറയാ, സംഭാവനയാണ് പ്രധാനം, പരിപാടി എങ്ങനെയെന്നുള്ളതല്ല. അതെ, നമുക്ക് അതെ നമ്മള് സംഭാവന കൊടുക്കാനാണ് പൊതുവെ വരാറ്. ലാസ്റ്റ് വന്നിട്ട് സംഭാവന തന്നല്ലോ, അതും ഈ മോർണിംഗിൽ ഭയങ്കര സന്തോഷം തരുന്ന കാര്യല്ലേ. റെസ്പോൺസ് ഉണ്ട്. അതെ അതെ, സാർ ചിരിക്കുകയാണ്, സാർ ഒന്നും പറയുന്നില്ല. ഇന്ന് സൈലന്റ് ആയിട്ട് എന്താ വ്രതം എടുത്തത്, അതുകൊണ്ടാണ്. പേടിക്കണ്ട, നാളെ വരും. നിസാം സാറാണോ ഇത്? നമ്മുടെ നിസാം സാറ്. അതെ അതെ. പിന്നെ ഇതില് പേര് നിസാം എന്നായി പോയിട്ടുണ്ട്, എം ആയി പോയിട്ടുണ്ട് അല്ലേ? അതെ, അത് നോക്കണ്ട. രണ്ടുപേരും മാറി മാറി ഇടും തോന്നുന്നുണ്ട്. അല്ല, ശബ്ദം കേട്ടപ്പോ എനിക്ക് തോന്നി നിസാം സാർ അല്ലേന്ന്. അതൊരു സ്റ്റോറിയാണ്. സാറിന് രണ്ടു പേരുണ്ട്, സാറ് രാവിലെ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് തരാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇവിടെ 4 മണിയാണ്, ദുബായിലല്ലേ, 4 മണി ഇരിക്കുകയാണ്. അതുമല്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം. ഓക്കെ, താങ്ക് യു ഓൾ. വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സമയമുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയണ്ട, മൂഡ് ഓൺ എന്ന് പറയണ്ട, രാവിലെ എന്ന് പറയണ്ട കുറച്ചും കൂടി നന്നാക്കിയാൽ, കുറച്ചും കൂടി ഡിസ്കസിങ് ഇങ്ങനെ അങ്ങനെ രാവിലത്തെ ഓരോരോ ഇങ്ങനെയുള്ള സന്തോഷം പങ്കിടുന്നുണ്ടല്ലോ. ഒരു ചിരി പോലും തന്നെന്ന് പറയുന്നത് അത് സന്തോഷമാണ്. ഓൾറെഡി നമുക്ക് തരുന്നത് സന്തോഷമാണ്. അപ്പൊ അവർ ചിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സന്തോഷമല്ലേ. അപ്പൊ ഓരോരോ ആൾ പറയുമ്പോഴും ഓരോ സന്തോഷം നമുക്ക് കിട്ടും. അപ്പം മറ്റുള്ള കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ, ഓരോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതും സീരിയസ് ആണ്, പക്ഷെങ്കിൽ റെഗുലർ ആയിട്ടുള്ള സംഭവം ഉണ്ടാവല്ലോ. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവർക്കും. മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരും നല്ല നല്ല സംസാരങ്ങൾ, നല്ല സന്തോഷങ്ങൾ കിട്ടി, മൂഡ് ഓൺ ആയി. അപ്പം ലവ്ലി മോർണിംഗ്, ഹാപ്പി മോർണിംഗ്, സ്വീറ്റ് മോർണിംഗ്. അപ്പൊ ഒന്ന് പ്രദീപ് സാർ ഇന്ന് നല്ല സ്ട്രോക്ക് ഇവിടെ കിട്ടിയിട്ടേ. സാറുണ്ടല്ലോ, നമ്മളെ സ്ട്രോക്ക് ജീവിതത്തിൽ ഓരോ പോസിറ്റീവ് സ്ട്രോക്ക്, നെഗറ്റീവ് സ്ട്രോക്കിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സാറിന്റെ സൗണ്ട് കിട്ടി. ആ സാറ് പറഞ്ഞവരാണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞവരാണ് അത് കൂടുതൽ ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ആ സാറാണോ എന്ന് മനസ്സിലായത്. ഇടയ്ക്കൊക്കെ ഇവിടെ കുറെ എല്ലാരും നല്ല സ്ട്രോക്ക് തരുന്ന ആൾക്കാരാട്ടോ. അങ്ങനെ ഓരോ സ്ട്രോക്ക് ഉണ്ടാവണല്ലോ നമ്മുടെ ജീവിതം. ഇനി ഇങ്ങനെ മുന്നോട്ട് അവസാനം കുറച്ചു കാലം ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് നമ്മളെ സന്തോഷപരമാക്കണം എന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായും. ഇങ്ങനെ ജീവിതം നമ്മൾ പഠിച്ചു വരുന്ന ഇപ്പോഴാണ് കുറച്ച് പഠിക്കാൻ തുടങ്ങിയത്, കുറച്ച് വർഷങ്ങള്. അതിലൊരു സൈക്കോളജിക്കൽ പരമായി നോക്കുകയാണെങ്കിൽ നമുക്ക് ലോഗോ തെറാപ്പി എന്നൊരു തെറാപ്പി ഉണ്ട്. അതില് നമ്മുടെ ലൈഫിന് 3 പാർട്ടായിട്ടാണ് ഫിലോസഫി പറയണത്. ഒന്ന് അവര് പറയണത്
ഫ്രാങ്ക്ലി പറയുന്ന ഒന്ന് ബയോളജിക്കലി ആണ്. ബയോളജിക്കലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ മാത്രം നമ്മൾ ആലോചിക്കുക. പിന്നെ രണ്ടാമത് നമുക്ക് സന്തോഷം തന്നെ വേണമെന്ന് ആഗ്രഹിക്കുക. മൂന്നാമത്തത് എന്താ, നമ്മുടെ ഈ ഒരു സ്പിരിച്വലുമായിട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ അന്ന് നോക്കുന്ന എന്താണ്, ഏതെങ്കിലും ഒരു പാർട്ട് പിടിച്ച് അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികൾ കൂടുന്നത്. ഇതെല്ലാം കൂടി നമ്മുടെ ലൈഫിലൊന്ന് ആലോചിച്ച് നോക്കി. ചില സമയത്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, സന്തോഷങ്ങൾ വേണം, നമ്മൾ മതപരമായിട്ടുള്ള ഒരു എന്താണ് പറയുക പ്രാർത്ഥനകൾ വേണം. പിന്നെ അതേപോലെ ഓരോ കാര്യം വരുന്ന സമയത്തും അതിനൊരു അർത്ഥമുണ്ട്. നമ്മൾ ലൈഫിൽ ഇപ്പോൾ ഒരു സംഭവം വെച്ചു, അതിന്റെ പിന്നീട് ഒരു അർത്ഥമുണ്ട്, നമുക്കൊരു മീനിങ്ലെസ് ഫുൾ ആയിട്ടുള്ള കാര്യം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു സ്ട്രോക്ക് നമ്മുടെ ലൈഫിൽ ഓരോരുത്തരും എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളത് കുറെ കാര്യങ്ങൾ സ്ട്രോക്ക് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. ഞാൻ കൂടുതൽ പറയുന്നില്ല, സോറി. സാർ എത്ര പറഞ്ഞാലും നമുക്ക് സന്തോഷാ. സോറി എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല എന്ന് പറയണ്ട. ഇനിയും എന്തെങ്കിലും പറയാൻ എന്ന് പറയണ്ട നമ്മളെ ആഗ്രഹിക്കുന്നു. അല്ലാണ്ട് അവിടെ ഒന്നും എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നതാണ്. നമ്മളെ ഇത് കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പൊ നമ്മൾക്കിപ്പോ വലിയ ആളുകൾക്കും വേണം. ശരിക്കും അറിവില്ലായ്മ ഉണ്ട്. നമ്മുടെ അറിവില്ലായ്മയാണല്ലോ നമ്മളെ കുഞ്ഞുങ്ങളിലേക്കും അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാൾക്കും അങ്ങനെ അറിവ് കിട്ടി കഴിഞ്ഞാൽ എല്ലാ ഒരു സമൂഹം തന്നെ, അല്ലെ ഒരു ലോകം തന്നെ നല്ല രീതിയിൽ പോകും ആൾറെഡി. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. അപ്പം താങ്ക് യു. ഓക്കെ. ഇപ്പൊ ചിരിയും കിട്ടി, അപ്പൊ ഒരു പുഞ്ചിരിയും കിട്ടി, അപ്പൊ ഒന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്ത് ഇപ്പൊ ഭയങ്കര സന്തോഷമായി. സന്തോഷം. പിന്നെ നല്ല നല്ല ദിവസം ഇനിയും ഉണ്ടാവട്ടെ. ഇത്തരം ദിവസങ്ങൾ ഇങ്ങനെ എല്ലാവരും തമ്മിൽ നല്ല സന്തോഷം പങ്കിടുന്ന നല്ല ദിവസങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. സന്തോഷവും അറിവും. താങ്ക് യു സർ. Thank you all. Thank you all. And a sweet morning to all of you. നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു. Thank you all. താങ്ക് യു. താങ്ക് യു സർ. Thank you, sir. കോമൺ